ഇന്ന് രാവിലെ ഞാൻ മരുതൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തില് ശരിക്കും പകരം ശാന്തിക്കായിട്ട് വന്ന. കാരണം ഇവിടെ ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ ഇന്നലെ തൊട്ട് ഒരു പനിയും ജലദോഷവും വയ്യാഴിയും ഒക്കെ ആയി. അങ്ങനെ ഇന്നലെ രാത്രി ഒരു 10 മണി 10:30 മണി സമയത്താണ് എന്നെ വിളിച്ചു പറയുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് ക്ഷേത്രത്തിൽ നട തുറക്കാൻ വേണ്ടിയിട്ട് കൃത്യം 5 മണിക്ക് തന്നെ എത്തി. ഇവിടെ കണ്ടില്ലേ, ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരു മഹാക്ഷേത്രമാണ്. ഇവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് സ്വയംഭൂവായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇതുവഴി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ശരിക്കും ഇവിടെ കൊടിമര പ്രതിഷ്ഠ വരെയുണ്ട്. ഞാൻ വെളുപ്പിനെ 5 മണിക്ക് വെപ്രാളപ്പെട്ട് ഇവിടെ വന്ന് പിന്നെ നടയൊക്കെ തുറന്നു. ശരിക്കും ഇതിപ്പോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നടയെല്ലാം തുറന്നു കഴിഞ്ഞതിന് ശേഷം, നടയെല്ലാം അടച്ചതിന് ശേഷം, അതായത് പൂജയൊക്കെ കഴിഞ്ഞ് നടയൊക്കെ അടച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങിയിട്ടാണ് ഞാനിതിപ്പോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും രാവിലെ 5 മണിക്ക് തന്നെ ഏകദേശം ഒരു 10-50 പരം ആളുകൾ നിർമാല്യം തൊഴാനായിട്ട് വരും. കൊടിമര പ്രതിഷ്ഠയും ഒക്കെയുള്ള ഒരു വലിയ അമ്പലമാണ്. അപ്പൊ ഇവിടെ പക്ഷേ ഒരു ശാന്തിയേ ഉള്ളൂ. നല്ല രീതിയിൽ കൊത്തുപണികളും ഒക്കെ ചെയ്ത് അലങ്കരിച്ച് വളരെ ഭംഗിയായിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ്. ഇതുകൊണ്ടില്ലേ, ഇവിടെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് ശ്രീ മഹാദേവ ഓഡിറ്റോറിയം, അതായത് ക്ഷേത്രത്തിന്റെ തന്നെ വക ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ വിവാഹങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ശിവരാത്രിയോടനുബന്ധിച്ചാണ് ഉത്സവം നടക്കുന്നത്. ഏകദേശം ഫെബ്രുവരി 26-നാണ് ശിവരാത്രി വരുന്നത്. ശിവരാത്രിക്ക് 8ാമത്തെ ഉത്സവം വരത്തക്കവണ്ണം 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ അങ്ങനെ ഉത്സവം വരുന്നത് കൊണ്ട് പെയിന്റടിയും കാര്യങ്ങളും അതേപോലെ ക്ഷേത്രത്തിലെ ചില പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉത്സവത്തോടനുബന്ധിച്ച് ഉള്ള ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തായിട്ട് വിശാലമായ ഒരു കുളമുണ്ട്. പക്ഷെ കുളത്തിലെ വെള്ളം വളരെ മോശമായിട്ട് കിടക്കുക. നമുക്ക് കുളിക്കാനോ കാര്യത്തിനോ ഒന്നും പറ്റാത്ത ഒരു കുളമാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇത് വലിയൊരു ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയം മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ കടകൾ, എനിക്കൊന്ന് അപ്പുറത്ത് ഈ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത്, കണ്ടില്ലേ, അവിടെ തൊഴിലുറപ്പുകാർ ഒരു പറമ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇത് നാഗരാജാവിന്റെ പ്രതിഷ്ഠയാണ്. ഒരു ആലിന്റെ ചുവട്ടിലായിട്ട് നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പഴയ കാലത്തെ ചായക്കടയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പഴയ കെട്ടിടം കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്തത്. കണ്ടില്ലേ, പണ്ട് കാലത്ത് അതേ ഉണ്ടാക്കിയ ഒരു കെട്ടിടം. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് ബ്രഹ്മരക്ഷസിന്റെ ഒരു സങ്കല്പമാണ്. തൊട്ടടുത്തായിട്ടാണ് ദുർഗാദേവിയുടെ ശ്രീകോവില്. ദുർഗാദേവി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാലമ്പലത്തിന് വെളിയിലാണ്, പുറത്തായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ കണ്ടില്ലേ, നാലമ്പലത്തിന്റെ ആ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ചുറ്റുമതിലിന്റെ ആ ഭാഗത്തായിട്ട് തടി കൊണ്ടുള്ള ഒരു ഹാഫ് ഡോറുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. വലിയ വാതിലല്ലാതെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയ വാതിലും കൂടുണ്ട്. അതും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നാഗരാജാവിന്റെ പ്രതിഷ്ഠയുള്ളത്. അത് കൂടാതെ തന്നെ അപ്പുറത്തായിട്ട് പിന്നെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട്. എന്തായാലും രാവിലെ വന്ന് അഭിഷേകവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നല്ല വെപ്രാളം പിടിച്ചുള്ള ജോലിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് എൻ്റെ ശരിക്കും പറയാൻ നല്ല കഷ്ടപ്പാടായിപ്പോയി. ഇനിയിപ്പോ ഈ ക്ഷേത്രത്തിന്റെ ഈ ചുറ്റുമതില് എല്ലാം പൊളിച്ചിട്ട് ശരിക്കും നല്ല നാലമ്പലമായിട്ട് തന്നെ പണിയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിന് ചുറ്റുമതിലെന്ന് പറയാനായിട്ട് വെളിയിൽ വേറൊന്നുമില്ല. അപ്പോ ഈ വലിയ ബലിക്കല്ല് ഇനിയും പ്രതിഷ്ഠിക്കാനുണ്ട്. അതേപോലെ കുറെ കാര്യങ്ങൾ ഇനി വരാനുണ്ട്. വിപുലമായ പിന്നെ പുനരുദ്ധാരണ നടപടികൾ വരാനുണ്ട്. അതൊക്കെ മിക്കവാറും ഉടനെ തന്നെ ചെയ്യും. ഇത് ക്ഷേത്രത്തിനകമാണ്. ഇപ്പോൾ ഗണപതി ഹോമം നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഗണപതി ഹോമം നടക്കുന്ന സമയം തൊട്ടാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് എനിക്ക് നേരം കിട്ടിയില്ല. മേശാന്തി ചേട്ടൻ രാവിലെ എന്തായാലും ഒന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ഒരു ഓലക്കുടയുണ്ട്. അതുകൂടാതെ മേളം കണ്ടില്ലേ, തിമിലയും അതേപോലെ വീക്ക് ചെണ്ട എന്ന് പറയും, അതുമൊക്കെ ഉണ്ട്. ഇത് തെടപ്പള്ളിയാ. രാവിലത്തെ നിവേദ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. ഗ്യാസാണ്, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ക്ഷേത്രമൊക്കെ അടച്ചേച്ച് ഞാൻ ധൃതി വെച്ച് വീട്ടിലെത്തി. കാര്യം ഇന്ന് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു കല്യാണത്തിന് പോകണം. അതിന് ആറ്റുകാല് അമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ചാ. അപ്പൊ ഞാൻ വന്നപ്പോ അവളിവിടെ ഒരുങ്ങുന്നേ ഉള്ളൂ. രാവിലെ 8 മണിക്ക് തന്നെ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്.
കാരണം ആറ്റുകാൽ അമ്പലത്തിന്റെ വകയായിട്ടുള്ളതാ ഈ അമ്പ ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. രാവിലെ തന്നെ 8 മണിക്ക് 8നും 8:30ക്കും ഇടയ്ക്ക് എന്തോ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴത്തേനും ഏകദേശം 11-11:15 മണിയായി. എങ്കിലും പിന്നെ സത്യത്തിൽ ഞാൻ 8 മണിക്ക് വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യമായിട്ട് അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ടാണ് ഈ പണി കിട്ടിയത്. ഇതാണ് കണ്ണൻ. ഊക്കോട് നമ്മുടെ തമ്പുരാങ്കാവ് ക്ഷേത്രത്തില് പിന്നെ ക്ഷേത്രത്തിന്റെ അവകാശികൾ അല്ലെങ്കിൽ കുടുംബക്കാരിൽ പെടുന്ന ആളാണ്. ഇത് നമ്മുടെ ശ്രീകുമാരൻ. ഇവരെല്ലാരും ഒരേ ഡ്രസ്സൊക്കെ ചെയ്ത്, എനിക്ക് തോന്നുന്നൊരു 3-4 പേര് ഒരേ ഡ്രസ്സൊക്കെ ചെയ്ത്, അയ്യോ ശ്രീകുമാരന്റെ മോളാ, അത് കണ്ട് അവള് എന്ന് മറിഞ്ഞു വീണു. പാവം. അയ്യോ, ഞങ്ങള് സത്യം പറഞ്ഞാൽ എന്തുമാത്രം ധൃതി വെച്ചാ ഓടി വന്നേന്നറിയാമോ? എന്തായാലും ധൃതി വെച്ച് വന്നത് കൊണ്ട് ഇവരാരും പോയില്ല. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാരും പോയേനെ കേട്ടോ. എന്തായാലും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കയറി നിന്നുകൊണ്ട് നല്ലൊരു ഫോട്ടോയും ഒക്കെ എടുത്തു, അവരുടെ കൂടെ നിന്ന് തന്നെ. ഏകദേശമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ തീരാറായി. നമ്മളെത്തിയപ്പോഴത്തേനും പിന്നെ ഊണിൻ്റെയൊക്കെ സമയമായി. ഇനിയിപ്പം ഞങ്ങളും കയറി നിന്ന് ഉണ്ണണം. ഇത് കണ്ടില്ലേ, ഇതാണ് പിന്നെ മണ്ഡപം, കല്യാണ മണ്ഡപം. സത്യത്തിൽ ഇവിടെ എനിക്ക് തോന്നുന്നു മാലയിടിയിൽ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഫംഗ്ഷൻ മാത്രമേ ഇവിടെ വെച്ച് നടക്കുന്നുള്ളൂ. മാലയിടിയിലും അതുപോലെ തന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ, ദക്ഷിണോടുപ്പും ഒക്കെ ഇവിടെ വെച്ച് നടക്കുന്നുള്ളൂ. ശരിക്കും കല്യാണം ദേവിയുടെ തിരുമുൻപിൽ തന്നെയായിരുന്നു. അത്ര വലിയ ഒരു ഓഡിറ്റോറിയം ഒന്നുമല്ല, എങ്കിലും ക്ഷേത്രത്തിൻ്റെ വകയായതുകൊണ്ട് ഇവിടെ നമുക്ക് പിന്നെ ഇവിടെ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് നല്ല തിരക്ക്. ഉണ്ണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേനും അവിടെ ഭയങ്കര ക്യൂ കേട്ടോ, ഒരു നിവൃത്തിയില്ല. അങ്ങനെ വല്ല വിധേനയും ഞങ്ങളിതാ ഉണ്ണാനായിട്ട് കയറി. വിഭവസമൃദ്ധമായ സദ്യ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാം ഇലയില് വിളമ്പി അടിപൊളിയാക്കിയിട്ടുണ്ട്. അവക്കിത് കഴിഞ്ഞിട്ട് ഓഫീസിലോട്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വണ്ടിയിലാണ് വന്നത്. എന്നിട്ട് ഇവളെന്നെ കരമനെ ഇറക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ബസ്സിന് ഇനിയും തിരിച്ചു പോകേണ്ടത്. ചോറുമുണ്ട്, സദ്യയൊക്കെ ഉണ്ട്, മത്ത് പിടിച്ച് ബസ്സിൽ കയറിയിരുന്ന് ഉറങ്ങി ഇനിയും പോകണം. ഞാൻ ഒരു സർക്കസ് അഭ്യാസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോണും പിടിച്ചോണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു വായെങ്കിലും ഉണ്ട് കാണിക്കണമെന്ന് എനിക്കുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അയ്യോ, എന്തായാലും സദ്യ സൂപ്പറായിരുന്നു കേട്ടോ, കൊള്ളാം, കുശാലായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് വെളിയിലോട്ടിറങ്ങി. ഇത് അമ്പ ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിൽ ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പം കാണുന്നത്. അങ്ങനെ ഞാൻ ഗായ്സ് ബസ്സിന് കയറി. ഇനിയിപ്പോൾ ബസ്സിന് വേണം വീട്ടിലോട്ട് പോവാൻ. ഗെയ്സ്, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെല്ലക്കുട്ടന് മരുന്ന് കൊടുത്തു. കാരണം അവന് രാവിലെ അവക്ക് മരുന്ന് കൊടുക്കാനുള്ള നേരം കിട്ടിയില്ല. ഞാൻ വന്നതിന് ശേഷം ഫസ്റ്റ് ഇപ്പൊ ഉച്ചയായി, രാവിലെ കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. എങ്കിലും കുഴപ്പമില്ല, ഉച്ചയായപ്പോഴത്തേനും മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പണ്ടത്തെ കൂട്ട് തന്നെ അവന് മെഞ്ചിസിന്റെ ഒരു ആരംഭമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് തുടക്കം മെഞ്ചിസ് ആണോ എന്തോ ഒരു പേരുണ്ട് അതിന്. അപ്പൊ അത് ആയതുകൊണ്ട് എന്ത് ചെയ്തു, പിന്നെ ഇന്നലെ രാത്രി ഞാൻ എണ്ണയൊക്കെ പുരട്ടി, അവന് ഒരു എണ്ണയുണ്ട് ദേഹത്ത് പരട്ടി കൊടുക്കാൻ, അതെല്ലാം പരട്ടി കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ അവളതെല്ലാം തുടച്ചു, എണ്ണയെല്ലാം തുടച്ചു കളഞ്ഞു. കാരണം ആ എണ്ണ തേച്ച് വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ വെയിലത്തൊന്നും വിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തുടച്ചു കളഞ്ഞതേ ഉള്ളൂ. അതുവേണ്ടി ഞാൻ വന്നതിന് ശേഷം ഒരു ചെറിയ പൊടിയുണ്ട്, ഒരു മഞ്ഞ കളറിലിരിക്കും. ആ പൊടി അവന്റെ ദേഹത്ത് മുക്കിയെല്ലാം തുടച്ചു കൊടുത്തു. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം, അവൻ്റെ ഉള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ, ബൈ.